മാനിപ്പുലേറ്റബിൾ ഗെയിമർ ഉണ്ടോ? ഓഫ് കോഴ്സ് ജിൻഡോ. മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സിജോ. സിജോയ്ക്ക് മാനിപ്പുലേഷൻ പിന്നെ അല്ല, സിജോ ഫസ്റ്റില് മാനിപ്പുലേഷൻ്റെ ആളായിരുന്നു. അനുഭവം ഉണ്ടോ? പിന്നെ സിജോ ഏതായിരുന്നു? സിജോ ഗെയിമിൻ്റെ രീതിയിൽ മാത്രം കേട്ടോ, അല്ലാതെ പേഴ്സണലി വന്നിട്ട് അവൻ ജിൻഡോ ബ്രോ ചെയ്യണ പോലെ ഒന്നും ചെയ്തിട്ടില്ല. ഗെയിമിനെ വേറെ രീതിയിലേക്ക് ആക്കിയെടുക്കാൻ, നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് വീക്കിൽ എന്തോ ഒരു ഗെയിം വന്നപ്പോൾ ജിൻഡോ വന്നിട്ട് സിജോ വന്നിട്ട് ഞാനും ജിൻഡോ ബ്രോയൊക്കെ ഒരു ടീമാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടാസ്ക്, അവരുടെ ഗെയിം കഴിഞ്ഞു, അവരുടെ ഗെയിം ആക്ടിവിറ്റി റൂമിലായിരുന്നു, അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവർ കയറി വന്നിട്ട് ഇതിങ്ങനെ ആയിരുന്നല്ലേ ചെയ്യേണ്ടിരുന്നത്, അതായത് ഞങ്ങൾ കറക്റ്റ് ട്രാക്ക് നോക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ സിജോ വന്നിട്ട് ഓ എടാ നമ്മൾ മണ്ടത്തരല്ല കാണിച്ചത്, നമ്മളിത് ഇങ്ങനെ ആയിരുന്നല്ലേ ചെയ്യേണ്ടത്, അങ്ങനെ ആയിരുന്നല്ലേ ചെയ്യേണ്ടത്, അങ്ങനെയുണ്ട്. പിന്നെ സിജോ പല സമയങ്ങളിൽ പല കാര്യങ്ങളെ വളച്ചൊടിക്കാറുണ്ട്. അത് ടാസ്കിൻ്റെ സമയങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഗുഡ് ലീഡർ അപ്സര. അണ്ടർസ്റ്റാൻഡിങ് ഗെയിമർ, ഗെയിം ഭയങ്കര മനസ്സിലാക്കി കളിക്കുന്ന ആരെങ്കിലും? ഗബ്രി. പക്ഷെ എന്തുകൊണ്ട് പെട്ടെന്ന് പുറത്തായെന്നുള്ള അല്ല, ഗബ്രി പുറത്താവണതിന്റെ റീസൺ ഗെയിം നല്ല ഗെയിമർ അല്ലാത്തതുകൊണ്ടല്ല. ഗബ്രിനെ പുറത്താക്കിയതിന്റെ റീസൺ ഈ ജാസ്മിൻ ഗബ്രി ഇഷ്യൂവിൽ പെട്ടിട്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും നല്ല ഗെയിമറാണ് ഗബ്രി. ഗബ്രി ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഗബ്രിയും ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ അത് പറഞ്ഞാൽ ഗബ്രിയും ജാസ്മിനും സെപ്പറേറ്റ് നിന്നിരുന്നെങ്കിൽ അവർക്കിടയിൽ ഫൈറ്റ് 100% ഉറപ്പാണ്. ആ പിന്നെ അവർ നല്ല ഗെയിമേഴ്സാണ്, ഇവർ രണ്ടുപേരും സൂപ്പർ ഗെയിമേഴ്സാണ്. ഗബ്രിയാണ് ഏറ്റവും കൂടുതൽ ടാസ്ക് ലെറ്ററൊക്കെ വായിച്ച് മനസ്സിലാക്കി ഓക്കെ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ചെയ്യുന്ന ആള് ഗബ്രിയാണ്. ഈ ഗബ്രിയുടെ വിഷയം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു പലർക്കും. അതെ, ഞാൻ വിചാരിച്ചിരുന്നത് ജാസ്മിൻ ആയിരിക്കും പോകുന്നതെന്ന്. കാരണം ആ സമയങ്ങളിൽ ജാസ്മിൻ ഭയങ്കര ഡൗണും ഗബ്രി ഭയങ്കര ഗെയിംസിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. ടൈം പാസ് ഗെയിമർ, ചുമ്മാ ഒന്ന് ഗെയിം കളിച്ചിട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ചുമ്മാ ഒന്ന് ഗെയിം കളിച്ചിട്ട് പോവാന്നുള്ളത് എനിക്ക് തോന്നുന്നു സായി. സായി ചുമ്മാ മൂഡ്. ഇമോഷണൽ ഗെയിമർ. ഓക്കെ ഇമോഷണൽ ഗെയിമർ എന്ന് പറഞ്ഞാ നോറ. ഞാൻ ഇതുവരെ ഇന്റർവ്യൂ എടുത്ത എല്ലാവരും ഈ ഇമോഷണൽ ഗെയിമറിന്റെ കാര്യം പറയുമ്പോൾ നോറ മാത്രമേ പറയൂ. വേറൊരു ഋഷി. പക്ഷെ ഋഷി ടാസ്കുകളിൽ ഋഷിക്ക് ഈ ഒരു ഇമോഷൻ വലിയ പ്രശ്നമില്ല. ഈ നോറയുടെ സംബന്ധിച്ച ഈ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ക്യാമറ നോക്കിക്കറിയുക, മേക്കപ്പ് റൂമിൻ്റെ അവിടെ പോയി നിന്നിട്ട് വിതുമ്പുക, പവർ റൂമിന്റെ പെട്ടി കിടന്നിട്ട് എല്ലാവരും മുറിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായി എന്ന് പറയുക, ഇങ്ങനത്തെ കുറെ ഇൻസ്റ്റിങ്റ്റുകൾ ഉണ്ട്. ടിഷ്യൂ പേപ്പർ എടുത്ത് കണ്ണുടക്കുക കരയാം. സോ എങ്ങനെ ശരിക്കും നോറ ആസ് എ ഗെയിമർ നിങ്ങൾ കാണുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ? നോറ ആസ് എ ബ്രില്യൻ ഗെയിമർ. നോറ ഒരാളെ മനസ്സിലാക്കുന്നത് പോലെ അവിടെ വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല, അത്ര ബ്രില്യൻ്റ് ആണ് നോറ. നിങ്ങൾ ഫൈറ്റ് ഉണ്ടായിരുന്നു? പിന്നെ എത്രയോ പ്രാവശ്യം ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. നോറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവൾക്ക് ആരും വേണ്ട, അവൾക്ക് കാരണം അവൾ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും അവൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത്. പിന്നെ ഞാനായിരുന്നു പിന്നെ അവൾക്കുള്ളൊരു കംഫർട്ട് സോണ്. അപ്പോൾ പല സമയങ്ങളിൽ അവൾ എന്നോട് പറയുന്നതിൽ അവൾക്കൊരു ലിമിറ്റേഷൻ വന്നിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ പറയും, അവൾ പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ പറയുന്നവർ അത് അങ്ങനെയല്ല, അതിങ്ങനെയാണെന്ന് പറയുമ്പോൾ അപ്പം അവിടെ അത് സ്റ്റോപ്പ് ചെയ്യും. അതായത് ഞാൻ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കെതിരെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നോട് മിണ്ടില്ല, പിന്നെ എന്നോട് ആ കാര്യമേ അവൾ സംസാരിക്കില്ല. അപ്പോൾ അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എന്നെ കിട്ടുന്നത് വരെ, അതായത് ഞാൻ അവളായിട്ട് കമ്പനി ആവുന്നത് വരെ അവളുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറ ഉണ്ട്, ആ ക്യാമറേനോട് നോക്കി പറയാം ബ്രോ അതൊരിക്കലും നമ്മൾ ഷോ കാണിക്കാനോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അതിനെ നോക്കി കാണരുത്. കാരണം അവിടെ ഒരാളില്ലാത്തതിൻ്റെ വിഷമം ആ ആൾക്കേ മനസ്സിലാവുള്ളൂ. അതായത് നമ്മളെ കേട്ടിരിക്കാൻ ഒരാളില്ലെങ്കിൽ അത് നമ്മളെ മെൻ്റലി എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെയാണ് നോറയ്ക്ക് കിട്ടിയൊരു കംഫർട്ട് സോൺ ആദ്യത്തെ ക്യാമറയാണ്. അപ്പോൾ അവൾക്ക് പറയാം, നമ്മളിപ്പോൾ ഡയറി എഴുതുന്നു, പല ആൾക്കാരും ഡയറി എഴുതുന്ന ആൾക്കാരാണ്, പല ആൾക്കാരും ഡയറി എഴുതി കഴിയുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടാറുണ്ടോ? സെയിം, അത്രേ ഉള്ളൂ. അവിടെ നമുക്ക് എഴുതാൻ പറ്റില്ല, അവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ക്യാമറേൻ്റെ നോക്കി സംസാരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് അൻസിബ ബെഡിലിരുന്നോട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ്. സംസാരിക്കാൻ അൻസിബ ഒറ്റയ്ക്ക് ഇരുന്ന്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജിമ്മിക്കുട്ടനെ നോക്കി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കും. നമുക്ക് പറയാനുള്ളത് നമ്മൾ ആരോടെങ്കിലും പറയാ എന്നുള്ളൊരു രീതി. ഞാൻ നോറയുടെ ആ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈവൻ ശ്രീരേഖ ചേച്ചി ആണെങ്കിലും ചേച്ചിക്ക് ഫസ്റ്റ് ടൈം ഒന്നും ആരും ഇല്ല കൂടെ,
ചേച്ചിക്കും കംഫർട്ട് സോൺ ക്യാമറയാണ്. അപ്പോൾ ചേച്ചി പറയുന്ന അനുസരിച്ച് ക്യാമറ അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും. അവർക്ക് അതൊരു ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. ഈ ബെസ്റ്റ് വൈൽഡ് കാർഡ് അഭിഷേക് എസ് ഇപ്പോൾ ഉള്ള അഭിഷേക് ശ്രീകുമാർ. ഈ പറഞ്ഞ പോലെ അൺറേറ്റഡ് ഗെയിമേഴ്സ് ഉണ്ടോ? അധികം പ്രൈസ് ചെയ്തിട്ടില്ല അവരെ ആരും, പക്ഷെ ഭയങ്കര അടിപൊളി ഗെയിമേഴ്സ് ആണ്. അങ്ങനെ പറയുകയാണെങ്കിൽ സിബിൻ ബ്രോ ആക്ച്വലി നല്ലൊരു ഗെയിമറാണ് ആയിരുന്നു. പിന്നെ പുള്ളിയുടെ ട്രാക്ക് പുള്ളി ഉദ്ദേശിച്ചതുപോലെ ഇപ്പോൾ രതീഷേട്ടൻ, റോക്കി അതുപോലെയൊക്കെ തന്നെ എനിക്ക് അതുപോലെയാണ് പുള്ളീനും തോന്നിയത്. പുള്ളി വേറെ എന്തോ ലെവൽ പിടിക്കാൻ നോക്കിയതാണ്, പക്ഷെ പുള്ളീൻ്റെ കയ്യിൽ നിന്ന് പോയി. അല്ലായിരുന്നെങ്കിൽ നല്ല കിട്ടിലും ഗെയിമറ നല്ല പ്രോഗ്രസ് ചെയ്യുന്നതോറും അടിപൊളിയായിട്ട് വന്നിരുന്നു. ഈ വീട്ടുകാർ വന്ന എപ്പിസോഡ് ഭയങ്കര അധികം ക്രൂഷ്യലായിരുന്നു. കാരണം ഈ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ഞാൻ വീട്ടിൽ പോയിട്ടുള്ള ആളായിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. എന്തൊക്കെയാണ് റസ്മിൻ അവിടെ എന്താ ചെയ്യാൻ പോണേ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഗെയിം കളിക്കുക എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് അവർക്ക് മൊത്തത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഹൗസിൽ വന്നപ്പോഴും അവർക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കുറെ ദിവസങ്ങൾക്ക് ശേഷം മോളെ വീണ്ടും കാണാൻ പറ്റുക, ഗെയിമിനെ കുറിച്ച് പറയാ, എങ്ങനെയുണ്ടെന്ന് പറയാ. എന്തായിരുന്നു ശരിക്കും ആ ഒരു 2 ദിവസം ഉണ്ടായിരുന്ന ഒരു സംഭവം? 2 ദിവസമല്ല, ഒരാഴ്ച. ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ചില സമയങ്ങളിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കും ബ്രോ. അത് ഭയങ്കര രസമാട്ടോ. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര പേഴ്സണലി നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം, തല്ലുകൊടുത്തൊന്നും ഇല്ലാതെ എല്ലാവരും കൂടി സംസാരിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞങ്ങൾ ആ സമയത്ത് ഈ പാരൻസ് വരുന്ന സമയത്ത് ഞങ്ങളുടെ നൊസ്റ്റൂനെ കുറിച്ച് സിജോ, ഞാൻ, ജാസ്മിനൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. നൊസ്റ്റാൾജിയ, നമ്മൾ മറ്റേ ടയർ ഉരുട്ടി പോണതും പട്ടം വർത്താം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അമ്മയുടെ പാട്ട്, എൻ്റെ പൊന്നെ. അപ്പം നമ്മൾ ഫാമിലി റൗണ്ട് ആ വീക്ക് വരുന്നു, ഒരു എക്സ്പെക്ടേഷനും ഇല്ല. പെട്ടെന്ന് അമ്മയുടെ പാട്ട് കേട്ടപ്പോൾ അവിടെ ഉള്ള എല്ലാവരുടെ കണ്ണു പറഞ്ഞു. ഫസ്റ്റ് ടൈം ആ പാട്ട് കേൾക്കുന്നതും അവിടെ ഉള്ള എല്ലാവരുടെ കണ്ണു നിറഞ്ഞു. വന്നത് ഋഷിയുടെ അമ്മ. ആ ഋഷീൻ്റെ അമ്മേനെ എല്ലാവരും കൂടി പൊതിഞ്ഞ് ഇങ്ങനെ നമ്മുടെ അമ്മ വരുന്ന അതേ ഫീലായിരുന്നു. ശരിക്കും ഈ ആൾക്കാർ വിചാരിക്കേണ്ടാവും ഇപ്പോൾ 60 ദിവസം 70 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഇവരെന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യണേന്ന്. നിങ്ങൾക്ക് അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ സമയത്ത് നമ്മുടെ ആൾക്കാർ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും അത് വേറെ ഇതാണ്. അങ്ങനെ ഋഷിയുടെ അമ്മ വന്നു, അൻസിബയുടെ അമ്മ വന്നു. അപ്പം ഇവരൊക്കെ വരുമ്പോൾ ഇവരുടെ സ്നേഹം മാത്രമല്ല, ഭക്ഷണങ്ങളും ഉണ്ട്, ഇവരുടെ കഥകളുണ്ട്, അവരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ശരിക്കും ആ റൗണ്ടിലാണ് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഈവൻ അൻസിബയ്ക്കൊക്കെ ആണെങ്കിലും പല ആൾക്കാരോടും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അൻസിബ അതൊക്കെ മറന്ന് എല്ലാവരും പോയി ഹഗ് ചെയ്യുന്നു. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ നന്നായി. ബിഗ് ബോസിനോട് ആ സമയത്ത് ഒരുപാട് താങ്ക് യു പറഞ്ഞു. പല ആൾക്കാരുടെയും കാഴ്ചപ്പാടുകൾ വീട്ടുകാർ വന്നപ്പോൾ മാറി. അപ്പം അതെനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം തന്നൊരു വീക്കാണ് അത്. ഈ പൈൻ്റെ ഒരു ട്രോള് ഭയങ്കര വൈറലായിരുന്നു. എൻ്റെ വീട്ടുകാർ വന്നിട്ട് ആദ്യം ചോദിച്ച അത് ഞാൻ പറഞ്ഞില്ലേ, ജിൻഡോ ബ്രോ ഗെയിം കളിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഒന്നുമില്ല, സംഭവം ഇത്രേ ഉള്ളൂ ബ്രോ. ഞാൻ മനസ്സിലാക്കി, എനിക്ക് ആ സമയത്തൊന്നും മനസ്സിലായില്ല. ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അനിയൻ വന്നിട്ട് എൻ്റെ ജിൻഡോ ബ്രോ എവിടെയെന്ന് പറഞ്ഞ് പോയതിൻ്റെ ഉദ്ദേശം മനസ്സിലായത്. അതായത് ജിൻഡോ ബ്രോക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നെന്ന് ഇവർ പറയുന്നുണ്ട്. എനിക്ക് ഫുൾ നെഗറ്റീവാണ്, ജിൻഡോ ബ്രോൻ്റെ ഫാൻസ് കയറി മെയ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓക്കെ മനസ്സിലാക്കി. അതിനുശേഷം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോ ബ്രോനെ കുറിച്ച് ചോദിക്കുമ്പോൾ ജിൻഡോ ബ്രോനെ സപ്പോർട്ട് ചെയ്യണോണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇവർ പേടിച്ചിട്ടാണ്, എനിക്കതാ മനസ്സിലായത്. അതായത് എൻ്റെ ഉമ്മയാണെങ്കിലും എൻ്റെ അനിയനാണെങ്കിലും ഇനി ജിൻഡോ ബ്രോൻ്റെ ഫാൻസ് കാരണം എനിക്കൊരു പ്രശ്നം അല്ലെങ്കിൽ എന്നെ ആരും കയറി സൈബർ അറ്റാക്ക് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ അവരെന്താക്കുക എന്നെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, ഞങ്ങൾക്ക് റസ്മിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ള ഗെയിമർ ജിൻഡോ ആണെന്ന് പറഞ്ഞത് എന്ന് എനിക്ക് ഫീൽ ചെയ്തത് അതാണ്. അതായത് എനിക്ക് അധികം നെഗറ്റീവ്സ് വരാതിരിക്കാനും അവരുടെ കൺസേൺ ഉണ്ടാവുമല്ലോ. അവളെ എൻ്റെ ഉമ്മിക്കാണെങ്കിലും എൻ്റെ മോളെ ഇനി ആരും ഒന്നും പറയല്ലേ, ഞാൻ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പേഴ്സണലി ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് അകത്തുള്ള വ്യൂ അല്ല പുറത്തുള്ള വ്യൂ. അപ്പോൾ പുറത്ത് ആൾക്കാർ കാണുമ്പോൾ ജിൻഡോ ബ്രോ നന്നായിട്ട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, ജിൻഡോ ബ്രോ അവിടെ എല്ലാവരെയും ഓൺ ആക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ജിൻഡോ ബ്രോ നല്ലൊരു ഗെയിമറാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അവർക്ക് ജിൻഡോ ബ്രോ ഗെയിം കളിക്കുന്നുണ്ട്, അവിടെ നിൽക്കാൻ ഡിസേർവിങ് ആണെന്ന് പറയുമ്പോൾ പിന്നെ നമുക്കതിൽ ഒന്നും പറയാനില്ല. ഓക്കെ ശരി എന്നുള്ള രീതി.